ഹായ് സുഹൃത്തുക്കളെ, റോയൽ നദി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിത് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് 5 ദിവസം പണിയും കേട്ട് വന്നൊരു ബോട്ടിലെ വീഡിയോ. ഒരു ബോട്ടിലല്ല, ഒരുപാട് ബോട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു ബോട്ടിൽ സ്റ്റോർ മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്. അവർക്ക് എത്ര ചരക്ക് കിട്ടി, നമ്മളത് കൊടുക്കുന്ന ഒരു ഭാഗങ്ങൾ കാണിക്കുന്നു. പൊതുവെ പണി മോശമാണ്, എന്നാൽ പോലും നമുക്ക് കുറഞ്ഞ രീതിയിലുള്ള മീൻ കാണിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടു നോക്കും. ഓക്കെ, തലേ ദിവസവും ഉച്ചയ്ക്കും അതുപോലെ രാത്രിയിലുമായിട്ട് കയറിയ ബോട്ടുകളൊക്കെയാണ് കിടക്കുന്നത്. എല്ലാ ബോട്ടുകളും വന്ന് കിടപ്പുണ്ട്. കുറേയധികം ബോട്ടുകളുണ്ട്. പണി കുറേ കിട്ടിയ ബോട്ടുകാരും ഉണ്ട്. പക്ഷേ പണി കുറഞ്ഞ ബോട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ മീൻ കിട്ടിയില്ല. കിട്ടിയവർക്കൊക്കെ കുറച്ച് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന ബോട്ടിൽ സ്റ്റോറിൽ നിന്ന് ചരക്കിറക്കുന്ന ഭാഗമാണ്. നമുക്കെന്തായാലും വീഡിയോ വിശദമായിട്ട് കാണാം. സ്റ്റോറിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടാണ് നമ്മളങ്ങനെ സ്റ്റോറിൻ്റെ അകത്ത് ഇറങ്ങി. സ്റ്റോറിൻ്റെ അകത്ത് കറുത്താകോലി കിടപ്പുണ്ട്, എല്ലാ മീനും കിടപ്പുണ്ട്. ഇതെല്ലാം ഐസ് ഇട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം മേളിലോട്ട് എടുത്തിട്ട് വേണം ഐസ് മാറ്റി കഴുകി കൊടുക്കാൻ. ഈ ഐസ് മാറ്റി കഴുകി കൊടുക്കാനേ പറ്റത്തുള്ളൂ. തൂക്കച്ചരക്കുണ്ട്. അതുപോലെ കച്ചവടക്കാർക്കായാലും നമ്മൾ വോട്ട് ചെയ്യുന്ന ഐസ് അവർക്ക് കൊടുക്കാറില്ല. ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയേ കൊടുക്കത്തുള്ളൂ. ബോട്ടിൻ്റെ മേളിൽ കഴുകാനുള്ള സൗകര്യമുണ്ട്. കുറേയധികം മീൻ കിടപ്പുണ്ട് ഇവിടെ. ചൂട, നെത്തോലി എന്നൊക്കെ പറയുന്ന മീൻ, അത് പൊട്ടിച്ചിട്ടില്ല. ആ കള്ളി പൊട്ടിച്ചിട്ടില്ല, അത് അതുപോലെ കിടക്കുകയാണ്. വേറൊരു കള്ളിയിൽ നിന്ന് പൊട്ടിച്ച ചൂടയും പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ കൊച്ചു കിളിയുണ്ട്. അതെല്ലാം ഇറക്കുന്നുണ്ട്. ഇത് നല്ല മിക്സർ എന്ന് പറയും, അങ്ങനെയാണ് നമ്മുടെ പറയാറുള്ളത്. നല്ല മീനായിട്ട് കുറച്ചൊക്കെ മാറ്റി വെക്കുന്നതാണ്. ഇതിന് പ്രത്യേക ഐസ് ചെയ്തെല്ലാം വെക്കും. ഈ ബോട്ട് പണിയെടുക്കുന്ന സമയത്ത് കിട്ടുന്ന മീനൊക്കെ കറക്റ്റ് ചെയ്ത് തിരിഞ്ഞ് കറക്റ്റായിട്ട് തന്നെ ഐസ് ചെയ്യും. കണവ പൊട്ടിച്ചിട്ടില്ല. കണവ 2 കള്ളി കണവ കിടപ്പുണ്ട്. കണവയ്ക്കും ചെറിയ കണവയാട്ടോ, ഒരുപാട് വലിയ കണവയല്ല. ഇടക്കണവയുണ്ട്, ചെറിയ കണവയുണ്ട്. സ്റ്റോറിനാണ്. ഈ സ്റ്റോറിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങളാണ് കാണിക്കുന്നത്. ചെറിയ സ്റ്റോറാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തില്ലേ വലിയ ബോട്ടിൻ്റെ, അതിലെ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റോറാണ്. 3 ചേമ്പർ, ഇത് 2 ചേമ്പറായിട്ടിരിക്കുക. അത് എന്തായാലും ഒരു ചുണ്ടൻ കിടപ്പുണ്ട്, വലിയൊരു ചുണ്ടൻ കിടപ്പുണ്ട്. മിക്കവാറും അതൊക്കെ കറക്കിയൊക്കെ എടുക്കത്തുള്ളൂ. അത് കൊടുക്കത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കറക്കി എടുക്കാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നു. പിന്നെ മീന് വിലയുണ്ട് കേട്ടോ. ഇപ്പം മീൻ കുറച്ചുള്ളത് കൊണ്ട് മീനൊക്കെ നല്ല വിലയുണ്ട്. ഇവർ കൊണ്ടുപോയതിൻ്റെ ബാക്കി ഐസാണ് ഈ കിടക്കുന്നുണ്ട്. ഇവർ ഉപയോഗിച്ചിട്ട് ബാലൻസ് ഐസൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് 150 തൊട്ട് 250 വരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ബ്ലോക്ക് ആണ് വെച്ച് കണക്ക് പറഞ്ഞത്. 150 ബ്ലോക്ക് 250 ബ്ലോക്ക് ഐസൊക്കെ കൊണ്ടുപോകും. അത് നമ്മൾ കടലിൽ പോയി എത്ര ദിവസം പണിയെടുക്കാനുള്ള ഒരു ഉദ്ദേശവും കാര്യങ്ങളൊക്കെ ഈ സ്വാങ്കന്മാർക്കും പണിക്കാർക്കുണ്ടല്ലോ, അതനുസരിച്ചായിരിക്കും ഐസ് എടുക്കുന്നത്. നമ്മളങ്ങനെ സ്റ്റോറിൻ്റെ മേളിൽ വന്നു. ഈ സ്റ്റോറിൽ നിന്ന് എടുക്കുന്ന മീനൊക്കെ കഴുകാനുള്ള സൗകര്യം ഇവിടെ ബോട്ടിൻ്റെ അടുത്തുണ്ട്. നമുക്ക് കഴുകുന്ന വീഡിയോ ഒക്കെ കാണാം. സ്റ്റോറിൻ്റെ അകത്ത് നിന്ന് അയാൾ പൊക്കി മീൻ കൊടുക്കുന്നതും അത് കഴുകുന്ന ഭാഗത്തോട്ട് തള്ളി ഇവിടെ നിന്നൊരാൾ കൊടുക്കും. ഈ കാലിക്കോട്ട എല്ലാം കൊടുത്ത് അതിൻ്റെ അകത്ത് വീണ്ടും ചരക്കെടുത്ത് കൊടുക്കും. അതാ കുറച്ച് ഞണ്ടുണ്ട്. അതാ ഞണ്ടും ഇച്ചിരി ഓവി, കാരച്ചെമ്മീൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതെല്ലാം തിരിഞ്ഞ് മാറ്റുന്നുണ്ട്. അത് കൊടുക്കാൻ ഉദ്ദേശമില്ല, തിരിച്ച് സ്റ്റോറിലോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. അത് ഞണ്ട് കൊടുക്കുന്നുണ്ട്. ഞണ്ടെല്ലാം പിറക്കിയിട്ടിട്ട് കൊഞ്ചെല്ലാം മാറ്റി വെക്കാനുള്ള പരിപാടിയാണ്. മീൻ കഴുകാനായിട്ട് കൊണ്ടുവന്നതാണ്. അത് കഴുകുന്ന അവിടെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ടിൻ്റെ അകത്ത് തന്നെ നമ്മുടെ കായലിലെ വെള്ളം തന്നെ അതിലിട്ട് കഴുകുന്നു. ഈ ഐസ് മീനായിട്ട് കിടണം. അതൊരു ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഒരു കയ്യുറ വെച്ച് കെട്ടിയിരിക്കുക അവർ. ഐസ് കളഞ്ഞ് മീൻ കഴുകി കൊടുത്തേക്കണം. നമ്മളിപ്പോൾ കടലിൽ പിടിക്കുന്ന സമയത്ത് അപ്പം തന്നെ ഐസ് ചെയ്യുന്നുണ്ട്. അത് ഫ്രഷ്നെസ് തന്നെ നമുക്ക് കരയ്ക്ക് കൊണ്ടുവന്ന് മീൻ ഐസ് കളഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഐസ് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എന്തായാലും കൊടുക്കാൻ പറ്റത്തുള്ളൂ. നെത്തോലിയൊക്കെ കഴുകി ഇറക്കുന്നുണ്ട്. ഐസ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ മീൻ കരയ്ക്ക് വരുമ്പോഴത്തേക്ക് അത് ചീഞ്ഞ് വരും. രണ്ടും സംഭവിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കിളിമീനൊക്കെ ഇറക്കുന്നു. ചെങ്കലവ, കിളിമീനല്ല ചെങ്കലവൊക്കെ കഴുകി ഇറക്കുന്നുണ്ട്. സാധാരണഗതി നല്ല രീതിയിൽ പണിയോട്ട് വരികയാണെങ്കിൽ ഒരുപാട് മീൻ കാണും. പക്ഷേ ഇപ്പം മീൻ കുറവാണ്. എന്നാലും കുറേ അധികം ഉണ്ട്, കുഴപ്പമില്ല.
ബോട്ട് പണി കിട്ടിയ ബോട്ടുകാരുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ചേട്ടൻ്റെ ബോട്ടാണ് ഈ പോകുന്നത്. വേലായുധം എന്ന് പറഞ്ഞ ബോട്ടിലെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ള ബോട്ടുകളെല്ലാം കിടപ്പുന്നുണ്ട്. അവിടെ എല്ലാം ഇതേ പരിപാടിയാണ് നടക്കുന്നത്. ചരക്കുകൾ എടുക്കുക, കഴുകുക, കൊടുക്കുക. ഈ രാവിലെ എന്ന് പറയുമ്പോഴത്തേക്ക് ചരക്ക് കൊടുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ബോട്ടുകാർക്ക് വെപ്രാളാണ്. എത്രയും പെട്ടെന്ന് ചരക്ക് കൊടുത്താൽ അവർക്ക് അതിന് വില കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. എല്ലാ ബോട്ടിലെ ചരക്കുകൾ ഒരുമിച്ചാകുമ്പോഴത്തേക്ക് വില കുറയും. കുറേ അധികം ആൾക്കാർ എടുത്തെടുത്ത് മാറി കഴിയുമ്പോൾ വില കുറയും. വേറെ ബോട്ടിലെ ചരക്കും എല്ലാം ഇതിലിറങ്ങണം. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളെടുത്ത ഈ ബോട്ടെന്ന് പറയുന്നത് നാലാമത്തെ തട്ടി കിടക്കുക. 3 ബോട്ട് കഴിഞ്ഞിട്ട് കിടക്കുക. അപ്പോൾ അവിടെ നിന്ന് ഓരോന്ന് ബോട്ട് മറികടന്ന് ചരക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വേറൊരു ബോട്ടിലും ഇതേ പരിപാടിയാണ് കഴുകുന്നത്. ഇതെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് പണി കഴിയുന്നത്. പക്ഷേ എല്ലാവരും ധൃതി നിൽക്കുക രാവിലെ തന്നെ. തിരക്കാം എല്ലാവർക്കും. ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പണിയെടുക്കുന്നുണ്ടാ അഴീക്ക ഹാർബറിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളും കാണും. ഇവിടെ ഇവർക്ക് അതിനായിട്ടുള്ളൊരു പൈസ കിട്ടും. നല്ലൊരു പരിപാടിയാണ്. എന്നെ സഹായിക്കാൻ പറ്റുന്ന, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വന്ന് ജോലി ചെയ്താൽ നല്ല കാര്യം തന്നെ. നമ്മുടെ ബോട്ടിലെ ചരക്കിൻ്റെ ലേലം വിളിയാണ് കാണും. 500 രൂപ, 550 രൂപ, 560 രൂപ, 570, 580, 580, 580, 580, 580, 580, 580. ഈ ലേലം വിളിക്കുന്ന കൂടാതെ ചരക്കുകൾ തൂക്കി കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് തൂക്കച്ചരക്കൊക്കെ വരും. ഈ കണവ, കൊഞ്ച് അതെല്ലാം തൂക്കിയേ കൊടുക്കത്തുള്ളൂ. ഇതിപ്പോൾ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ ലേലം വിളി നടക്കുന്നു. മറ്റൊന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ബോട്ടിൽ ചരക്കുണ്ട്. രാവിലെ ഒരു 5 മണിക്ക് ഹാർബറിലെത്തിയാൽ നമുക്ക് ഈ കാഴ്ച നേരിട്ട് കാണാൻ പറ്റും. നോക്കട്ടെ, ഞാൻ ഒരു ദിവസം നമുക്ക് ഈ ചാനൽ ലൈവ് ചെയ്ത് കാണിച്ചു തരാം. രാവിലത്തെ അത് ഇങ്ങനെ ഒരു ദിവസം നോക്കിയിട്ട് നമുക്ക് ലൈവ് ചെയ്യാം. എല്ലാവരും ഇങ്ങനെ നിരന്ന് കിടക്കുക ബോട്ടല്ല. നീണ്ടാര ഹാർബറിലും ഇതിനൊക്കെ കൂടുതലാണ് ബോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ അഴീക്ക ഹാർബറിൽ ഞങ്ങളുടെ നാട്ടുകാർ തന്നെ ഇതെല്ലാം. നമ്മുടെ സുഹൃത്തുക്കളും കൂട്ടുകാരും എല്ലാം മണിക്ക് പോകുന്ന ബോട്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ ബോട്ടും തന്നെയാണ് കൂടുതലുള്ളത്. എന്ന് പറയുമ്പോൾ ആലപ്പാട് പഞ്ചായത്തിലെ ബോട്ട് തന്നെ ഈ കൂടുതലും കിടക്കുന്നത്. നമ്മുടെ കൂട്ടുകാർ നിൽക്കുന്നത് എന്താ ബിയാസ്, ഇത് എല്ലായിടും ഉണ്ട്. ഇത് നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാം പോകുന്ന ബോട്ടിൽ. നമ്മൾ ഇവരുടെ കൂടെ പോയൊരു ബോട്ടിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ കൂട്ടുകാരന്മാരുടെ അവരുടെ കൂടെ പോയി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലിൽ കിടപ്പുണ്ട്. അവരും കൊണ്ട് കണവ വെച്ചിട്ടുണ്ട് ലേലം ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് കണവ ഇറക്കിയതാണ്. കൊച്ചു കണവ, അപ്പം അതിനധികം വില കിട്ടത്തില്ല. നമ്മുടെ ഉട്ടപ്പള്ളിനൊക്കെ നിന്ന് ഇതിനൊക്കെ എടുക്കുകയാണ്. നമുക്ക് ഇനി അടുത്തത് ബോട്ടിൽ പോയിട്ടുള്ളൊരു വീഡിയോ വീണ്ടും ചെയ്യാം. കൊച്ചു കണവ മറിക്കുന്നതാണ്. എന്തുവായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും കൂടെ ഉണ്ടാകുന്ന വിശ്വാസവുമായി വീഡിയോ നിർത്താൻ പോവുകയാണ്. എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അങ്ങനെ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എല്ലാവർക്കും? എന്തായാലും എല്ലാവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നിടം വരാം. അതിൻ്റെ കൂടെ വേറെ കാര്യം പറയാനുണ്ട്. നമുക്കെന്തോ ഇച്ചിരി മീനൊക്കെ കറക്കിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു മീനൊക്കെ കറക്കി തന്നിട്ടുണ്ട്. മറ്റൊരു വീഡിയോ എത്തുന്നിടം വരെ ടാറ്റ, ബൈ.